കല്യാണ പല്ലക്ക്. വൈകുന്നേരം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ രാഹുല് മടങ്ങിയെത്തിയപ്പോ സമയം 9 മണി കഴിഞ്ഞു. അപ്പോഴേക്കും കല്യാണത്തിന് വന്ന ബന്ധുക്കളിൽ പകുതിയിലധികവും യാത്ര പറഞ്ഞു പോയിരുന്നു. സുശീലമ്മയും ഭർത്താവും പിന്നെ ഉഷയുടെ ഒരു കുഞ്ഞമ്മയും മാത്രമാണ് അവിടെ ബാക്കിയുണ്ടായിരുന്നത്. എല്ലാവരും ഉമ്മറത്തിരുന്ന് വർത്തമാനം പറയുന്നതിനിടയിലേക്കാണ് രാഹുലിന്റെ ബൈക്ക് വന്ന് നിന്നത്. ഈ ചെറുക്കൻ ഇത്ര നേരമായിട്ട് എവിടെ പോയി കിടക്കുമായിരുന്നു ഉഷേ? സതീശൻ ഉഷയെ നോക്കി ചോദിച്ചു. നിങ്ങൾ മിണ്ടാതിരിക്കേട്ടാ. പിള്ളേരെ ചോദ്യം ചെയ്യുന്നൊന്നും അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. വളർത്തി വലുതാക്കുക എന്നൊരു കടമ മാത്രം നമ്മൾ ചെയ്താൽ മതി. ബാക്കിയൊക്കെ അവരുടെ ഇഷ്ടം. സുശീലയുടെ വർത്തമാനം കേട്ട് സതീശൻ അർത്ഥഗർഭമായി തലയാട്ടി. രാഹുൽ കയറി വരുന്നത് കണ്ടതും സതീശൻ വീണ്ടും ഉഷയോട് പതിയെ ചോദിച്ചു, ഇവൻ കുടിക്കുവോടി? അത് കേട്ടതും രാഹുലിന് ദേഷ്യം ഇരച്ചു കയറി. എന്നാൽ എതിർത്തു പറയാൻ നിൽക്കാതെ അവൻ നേരെ തന്റെ മുറിയിലേക്ക് നടന്നു. വഴിയിൽ രമ്യ ആരെയോ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. രാഹുലിനെ കണ്ടതും അവളൊന്ന് പുഞ്ചിരിച്ചു. അവൻ മുറിയിലെത്തുമ്പോൾ ഗംഗ അലക്കി ഉണങ്ങിയ തുണികൾ മടക്കി വെക്കുകയാണ്. ആ മുറിക്കിപ്പോ ഒരു അടുക്കും ചിട്ടയൊക്കെ വന്നിട്ടുണ്ട്. എല്ലാം വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്നു. മുല്ലപ്പൂവിന്റെ മനോഹരമായ ഒരു സുഗന്ധം അവിടെ ആകെ നിറഞ്ഞു നിൽപ്പുണ്ട്. രാഹുലിനെ കണ്ടതും ഗംഗ അവനെ അടിമുടി നോക്കി. എവിടെ പോവാണെന്നൊന്നും പറയാൻ പോലുള്ള സൗമനസ്യം കാണിച്ചില്ലല്ലേ? അവൾ പതിയെ പിറുപിറുത്തു. എനിക്ക് സൗകര്യമില്ല. എന്താടി, നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? രാഹുൽ തട്ടിക്കയറി. ഇഷ്ടപ്പെട്ടതുകൊണ്ടാണല്ലോ ഈ താലിയും കഴുത്തിലിട്ട് ഇവിടെ നിൽക്കുന്നത്. എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റും അത് തന്നെയാ. ഈ നരകത്തിൽ നിന്ന് എനിക്കിനി ഒരു മോചനമുണ്ടാവില്ല. ഒരു മൂർഖനെ പോലെ ചീറ്റിക്കൊണ്ടാണ് അവളത് പറഞ്ഞത്. അത് കേട്ട് ദേഷ്യം സഹിക്കാനാവാതെ രാഹുൽ അവളെ അടിക്കാൻ കൈയൊങ്ങി. എന്നാൽ എന്തോ ഓർത്തതുപോലെ അവൻ പെട്ടെന്ന് കൈ പിൻവലിച്ചു. അടിക്കേ, എന്താ അടിക്കാത്തത്? ഗംഗ ഒരു കോഴിയെപ്പോലെ അവന്റെ മുൻപിലേക്ക് തട്ടിക്കയറി നിന്നു. രാഹുൽ അവളെ പിടിച്ച് തള്ളി മാറ്റി. അവൾ കട്ടിലേക്ക് വീണുപോയി. അവൻ ചെന്ന് തുണികൾക്കിടയിൽ നിന്ന് ഒരു കവർ വലിച്ചെടുത്തു. ഗംഗ സൂക്ഷിച്ചു നോക്കിയപ്പോ അതൊരു ബോട്ടിലായിരുന്നു. കാര്യം എന്താണെന്ന് പെട്ടെന്ന് തന്നെ അവൾക്ക് പിടികിട്ടി. രാഹുൽ, എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഗംഗ ദേഷ്യത്തോടെ ആ ബോട്ടിൽ പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചെങ്കിലും രാഹുൽ അവളെ പിടിച്ചു മാറ്റിയിട്ട് വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു? ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോടി? രാഹുൽ പോകുന്നത് കണ്ടുകൊണ്ട് സതീശൻ ഉഷയോട് ചോദിച്ചു. എന്തെങ്കിലും ആവട്ടെ ചേട്ടാ, മക്കളൊക്കെ ഒരുപാട് മാറിപ്പോയി. ഉഷ നിരാശയോടെ നെടുവീർപ്പെട്ടു. കൈവിട്ടുപോയി. ഇനി പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. കെട്ടുപ്രായമായ ഒരു പെണ്ണ് വീട്ടിൽ നിൽക്കുമ്പോഴാ അവൻ പ്രേമിച്ചവളെ വിളിച്ചുകൊണ്ടുപോയി ഇങ്ങോട്ട് കയറി വന്നത്. സ്വന്തമായിട്ടൊരു വേലയും കൂലി ഇല്ലാത്തവനാ. ഇവനെ കൂടാതെ ഒരെണ്ണം കൂടി ഉണ്ടല്ലോ. എന്റെ കുഞ്ഞിന്റെ ഭാവിയോർത്താ ഇന്നീ ചടങ്ങ് പോലെ ഞാനിവിടെ നടത്തിയത്. ഉഷ വിതുമ്പി. ഇവനൊക്കെ വേറെ എവിടെയെങ്കിലും പോയി പണിയെടുത്ത് ജീവിച്ചൂടെ? അതിനു പകരം മനുഷ്യനെ നാണം കെടുത്താന് ഇങ്ങോട്ട് കെട്ടിയെടുത്തിരിക്കുന്നു. ഇവന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു. സുശീല പറയുന്നത് കേട്ട് ഉഷയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അവരുടെ കരച്ചിൽ കണ്ടപ്പോ ചുറ്റുമുള്ളവർക്കും സങ്കടമായി. അവരുടെ സംസാരം കേട്ടുകൊണ്ടാണ് രാഹുൽ വേലിക്കരികിലേക്ക് നടന്നത്. അവിടെ ആരോ 2-3 പേർ നിൽക്കുന്നതായി ഉഷയ്ക്കും സുശീലയ്ക്കും തോന്നി. രാഹുൽ തന്റെ കയ്യിലിരുന്ന കവറ് അവർക്ക് നൽകിയ ശേഷം തിരികെ വീട്ടിലേക്ക് നടന്നു. അവൻ വെള്ളമടിക്കാൻ പോവാണെന്നാണ് എല്ലാവരും കരുതിയത്. എന്നാൽ കൂട്ടുകാർക്ക് ചിലവ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി കൊടുത്തതായിരുന്നത്. ആരെയും ഗൗനിക്കാതെ അവൻ നേരെ മുറിയിലേക്ക് കയറി ചെന്നു. കട്ടയിലിരുന്ന് കരയുന്ന ഗംഗയാണ് അവനോടെ കണ്ടത്. നിന്റെ ആരെങ്കിലും പുല്ലേ? ദേഷ്യത്തോടെ മുരണ്ടുകൊണ്ട് രാഹുൽ ഗംഗയുടെ അടുത്തേക്ക് ചെന്നു. അവൻ അടുത്തെത്തിയതും അവൾ ചാടി എഴുന്നേറ്റു. പെട്ടെന്നുള്ള എഴുന്നേൽക്കലിൽ ഗംഗ ഒരു വശത്തേക്ക് വേച്ചു പോയെങ്കിലും രാഹുൽ അവളെ ചേർത്തു പിടിച്ചു. അവൻ അവളെ നേരെ നിർത്തിയതും ഗംഗ അവനെ ഉറ്റുനോക്കി. എന്താടി? എന്റെ ജീവിതം നശിപ്പിച്ച താനാണ്. അനുഭവിക്കും നിങ്ങൾ. അവൾ അലറി. ഒപ്പം പൂർത്തിയാക്കും മുൻപേ ചുടുകണ്ണീർ അവളുടെ കമളിലൂടി ഒഴുകിയിറങ്ങി. എന്നാ പിന്നെ ഞാൻ പോകുന്ന വഴിക്ക് തീരാൻ പ്രാർത്ഥിക്കടി. അപ്പോ നിനക്ക് സമാധാനാകൂല്ലോ. ഏതു നേരവും ബൈക്കിൽ പോകുന്നതല്ലേ? ഏതെങ്കിലും വണ്ടി വന്നിടിച്ച് തീർക്കാൻ നീ പോയി നേർച്ച നേരെ. പെട്ടെന്ന് നടക്കട്ടെ. ഇട്ടിരുന്ന ഷർട്ട് ഊരി മാറ്റുന്നതിനിടയിൽ രാഹുൽ പരിഹാസത്തോടെ പറഞ്ഞു. പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ ഈശ്വരൻ എത്രയും പെട്ടെന്ന് അതൊന്ന് കേട്ടാ മതിയായിരുന്നു. പകയോടെ ഗംഗ വിളിച്ചു പറഞ്ഞു. രാഹുൽ മുഖം തിരിച്ച് അവളെ നോക്കി. കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ അഴയിൽ കിടന്നിരുന്ന തോർത്തെടുത്ത് തോളിലിട്ട്
അവൻ കുളിക്കാനായി ഇറങ്ങിപ്പോയി. എന്തോ അവളുടെ വാക്കുകൾ കേട്ടപ്പോൾ അവനിൽ ഒരു സങ്കടം പോലെ തോന്നി. ഭർത്താവ് എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നു കിട്ടിയാൽ മതിയെന്നേ അവൾക്ക് ആഗ്രഹമുള്ളൂവെന്ന് അവന് തോന്നി. കിണറ്റിൻകരയിലേക്ക് നടക്കുന്നതിനിടയിൽ വല്ലാത്തൊരു സങ്കടം വന്ന് തന്നെ പുൽകും പോലെ അവന് തോന്നി. രാഹുലിന്റെ ഫോൺ റിങ് ചെയ്തതും ഗംഗ അതെടുത്തു നോക്കി. മാർട്ടിൻ എന്നാണ് തെളിഞ്ഞു വന്നത്. ഏതെങ്കിലും കൂതറ കൂട്ടുകാരായിരിക്കും. അവൾ ഫോണിൽ നോക്കുമ്പോൾ മനസ്സിലോർത്തു. അതുകൊണ്ട് തന്നെ ഫോൺ എടുക്കാനോ കൂടുതൽ സംസാരിക്കാനോ ഒന്നും അവൾ മെനക്കെട്ടില്ല. ചതിയൻ, തന്റെ ജീവിതം നശിപ്പിച്ചവൻ. ഗംഗ കട്ടിലേക്ക് ചെന്നിരുന്നു. അപ്പോഴേക്കും രാഹുൽ കുളിയൊക്കെ കഴിഞ്ഞ് കയറി വന്നു. അവൻ മുറിയിലേക്ക് കയറിയപ്പോൾ വീണ്ടും ഫോൺ ശബ്ദിച്ചു. രാഹുൽ ഫോണും എടുത്ത് പുറത്തേക്ക് പോയി. എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ഗംഗ ഭക്ഷണം കഴിക്കാൻ വരുന്നില്ലേ? രമ്യയുടെ ശബ്ദം കേട്ട് ഗംഗ വാതിൽക്കലേക്ക് നോക്കി. ഒരു കോട്ടുവായൊക്കെ ഇട്ടുകൊണ്ടുവന്ന് നിൽക്കുവാണ് രമ്യ. കല്യാണത്തിന്റെ ഓരോരോ തിരക്കുകൾ കാരണം 2 ദിവസമായിട്ട് രമ്യയ്ക്ക് ഉറക്കമൊന്നും ശരിയായില്ല. അതുകൊണ്ട് തന്നെ അവൾ പാതി മയക്കത്തിലാണ് വാതിൽപ്പടിയിൽ കൈയൂന്നി നിൽക്കുന്നത്. ഗംഗ എണീറ്റ് രമ്യയുടെ അടുത്തേക്ക് ചെന്നു. എല്ലാരും കഴിച്ചോ ചേച്ചി? കുറച്ചു മുന്നേ ചേമ്പ് പുഴുങ്ങിയതൊക്കെ കഴിച്ചതുകൊണ്ട് ചോറ് കുറച്ചു മതിയെന്ന് പറഞ്ഞ് അമ്മാവന്മാരൊക്കെ കിടന്നു. സുശീലമ്മായി മാത്രമേ ഇത്തിരി വാരി കഴിച്ചുള്ളൂ. അടുക്കളയിലേക്ക് നടക്കുന്നതിടയിൽ രമ്യ പറഞ്ഞു. അവർ രണ്ടുപേരും കൂടി അടുക്കളയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ സുശീല കൈ കഴുകി നൈറ്റിയുടെ തലപ്പത്ത് തുടച്ചുകൊണ്ട് ഏമ്പൂക്കവും വിട്ടുകൊണ്ട് കയറി വരുന്നുണ്ട്. രാഹുലിന് കഴിക്കാനൊന്നും വേണ്ടേ പിള്ളേരെ? സുശീല ചോദിച്ചിട്ടും ആരും മറുപടിയൊന്നും പറഞ്ഞില്ല. ഗംഗേ, പോയി അവനെ വിളിച്ചോണ്ടുവാ, ഉഷ പറഞ്ഞു. ഗംഗ താല്പര്യമില്ലാത്ത മട്ടിൽ തിരിഞ്ഞു മുറിയിലേക്ക് പോയി. രാഹുൽ വാട്സപ്പിൽ ആരോടോ മെസ്സേജ് അയച്ച് കട്ടിലിരിപ്പുണ്ട്. അമ്മ കഴിക്കാൻ വിളിക്കുന്നു. അനിഷ്ടത്തോടെയാണ് ഗംഗ പറഞ്ഞത്. രാഹുൽ കേട്ട പാവം നടിച്ചില്ല. നിനക്ക് ചെവി കേട്ടുകൂടെ രാഹുൽ? കഴിക്കാനൊന്നും വേണ്ടെന്ന് അവൾ ചോദ്യം ആവർത്തിച്ചു. ഇറങ്ങിപ്പോടി. രാഹുൽ മുരണ്ടു. ഗംഗ കൂടുതലൊന്നും പറയാതെ തിരിഞ്ഞു നടന്ന് അടുക്കളയിലേക്ക് പോയി. അവന് വേണ്ടേടി കൊച്ചെ? ഉഷ ചോദിച്ചപ്പോൾ അവിടെ ഫോണിൽ ആരോടോ സംസാരിച്ചിരിപ്പുണ്ട് എന്നായിരുന്നു ഗംഗയുടെ മറുപടി. ഈ ചെറുക്കൻ വെളിയിൽ നിന്ന് വല്ലതും കഴിച്ചിട്ടാവും വന്നത്. പോയി കിടക്കാൻ പറ. എനിക്ക് കൈയും കാലും വേദനിച്ചിട്ട് വയ്യ. പനിക്കാനാണോന്ന് പോലും അറിയില്ല. ഉഷ സ്വയം പെറുപെറുത്തു. ചോറും കറികളും വിളമ്പിയപ്പോഴേക്കും രാഹുലും അവിടേക്കെത്തി. ഉച്ചയ്ക്കത്തെ സദ്യയുടെ ബാക്കി വന്ന കാബേജ് തോരനും സാമ്പാറും മാങ്ങാച്ചാറും കൂട്ടി എല്ലാവരും അത്താഴം കഴിച്ചെണീറ്റു. അമ്മേ, ആരെങ്കിലും കാശ് വലുതും തന്നിരുന്നോ? രാഹുലിന്റെ ചോദ്യം കേട്ട് ഉഷ നെറ്റിച്ചൊളിച്ചു. കല്യാണം കൂടാൻ വന്നവരാരെങ്കിലും സംഭാവന തന്നോന്ന്. ഉഷ അവനെ ദഹിപ്പിക്കുന്ന മട്ടിലൊന്ന് നോക്കി. നാണമില്ലടാ നിനക്കത് ചോദിക്കാന്? 10-30 പേർക്ക് ഇന്ന് ഭക്ഷണം കൊടുത്തത് എങ്ങനെയാണെന്ന് എനിക്കും എന്റെ മോൾക്ക് മാത്രമേ അറിയൂ. എന്നിട്ട് അവൻ സംഭാവന തിരക്കി വന്നേക്കുന്നത്. എന്റെ മുന്നിൽ നിന്ന് പൊയ്ക്കോണം നീയ. ഉഷ ശബ്ദം താഴ്ത്തിയാണ് പറഞ്ഞതെങ്കിലും നല്ല ദേഷ്യത്തിലായിരുന്നു. രമ്യയ്ക്കും രാഹുലിന്റെ ആ ചോദ്യം തീരെ പിടിച്ചില്ല. എങ്കിലും ഗംഗ കേൾക്കുമല്ലോ എന്ന് കരുതി അവൾ ഒന്നും മിണ്ടാതിരുന്നു. രാഹുലും രമ്യയും കഴിച്ച പാത്രങ്ങൾ കഴുകി വെച്ച ശേഷം അടുക്കളയൊക്കെ ഒതുക്കി തൂത്തുവാരി ഇട്ടിട്ടാണ് ഗംഗ മുറിയിലേക്ക് കയറിയത്. നിന്റെ കൈ കാശ് വല്ലതും ഉണ്ടോ? രാഹുൽ വീണ്ടും ചോദിച്ചു. ഗംഗ പല്ല് ഞെരിച്ചുകൊണ്ട് അവനെ നോക്കി. ഉണ്ടെന്നോ ഇല്ലെന്നോ പറഞ്ഞാൽ മതി, അല്ലാതെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. രാഹുൽ പറഞ്ഞു. ഉണ്ടായിരുന്നത് മുഴുവനും ആ മൂന്നാറിലെ റിസോർട്ടിൽ കളഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് കെട്ടിയെടുത്ത് വന്നത്. നാണമില്ലേ നിങ്ങൾക്കിതൊക്കെ ചോദിക്കാൻ? നിന്റെ സ്വർണ്ണം എവിടെ? അത് വീട്ടുകാർക്ക് കൊണ്ട് കൊടുത്തോ? കൊടുത്തു. എന്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതലല്ലേ, അത് മുഴുവനും അവരെ ഏൽപ്പിച്ചിട്ടാ ഞാൻ അമ്മയുടെ ഒപ്പം ഇറങ്ങിപ്പോന്നത്. എനിക്കാരുടെ ഒരു കോപ്പും വേണ്ടടി. നിന്നെ പോറ്റാൻ പറ്റുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാ കെട്ടിക്കൊണ്ട് വന്നത്. നാണമില്ല ഇങ്ങനെയൊക്കെ പറയാന്? ഒരു വേലയും കൂലിയും ഇല്ലാതെ 10 പൈസയ്ക്ക് ഗതിയില്ലാത്ത നിങ്ങളാണോ ഭാര്യയെ പോറ്റാനായി നിൽക്കുന്നത്? പെങ്ങളുള്ളതുകൊണ്ട് കഞ്ഞി കുടിച്ചു പോകുന്നു. അവരെ കെട്ടിച്ചു വിട്ടാൽ പിച്ചച്ചട്ടി എടുത്ത് റോഡിലേക്ക് ഇറങ്ങാം. ഡീ, രാഹുൽ അവളുടെ നേരെ പാഞ്ഞെടുത്തു. പേടിപ്പിക്കൊന്നും വേണ്ട. അങ്ങനെ പേടിച്ചാലൊന്നും ഇളകുന്നവളല്ല ഈ ഗംഗ. അവൾ രാഹുലിന്റെ കൈ തട്ടി മാറ്റി. നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. എന്നെ എന്റെ വീട്ടുകാരും ചതിച്ചതിന്റെ പേരിൽ നിങ്ങൾ അനുഭവിക്കും. വീണ്ടും ശാപവാക്കുകൾ പറഞ്ഞ് അവൾ കട്ടിലേക്ക് കയറി ചുവരിനോട് ചേർന്ന് വശം തിരിഞ്ഞു കിടന്നു. അല്പനേരം അവളുടെ കിടപ്പ് നോക്കി നിന്ന ശേഷം ലൈറ്റ് ഓഫ് ചെയ്ത് രാഹുലും കട്ടിലിന്റെ ഇങ്ങേ തലയ്ക്കൽ വന്ന് കിടന്നു. രാഹുലാണെങ്കിൽ ഏതൊക്കെയോ കൂട്ടുകാർക്ക് 500 രൂപ കടം തരാമോ എന്ന് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്.
പക്ഷെ ആരും ഒരു മറുപടി പോലും കൊടുത്തില്ല. അവനൊരു നെടുവീർപ്പോടെ ദീർഘമായി ശ്വാസമെടുത്ത് ഫോൺ അരികിലുണ്ടായിരുന്ന പ്ലാസ്റ്റിക് കസേരയിലേക്ക് വെച്ച് കണ്ണുകൾ അടച്ചു കിടന്നു. പെട്ടെന്നാണ് അലാറം വെച്ചില്ലല്ലോ എന്ന് ഓർത്തത്. ഉടൻ തന്നെ 5 മണിക്കുള്ള അലാറം സെറ്റ് ചെയ്ത് അവൻ വീണ്ടും കണ്ണുകൾ അടച്ചു. രാവിലെ ആ അലാറത്തിന്റെ ശബ്ദം കേട്ടാണ് ഗംഗ ഉണർന്നത്. എന്തൊരു നാശമാണിത്! ഇതെന്തിനാ ഈ വെളുപ്പാങ്കാലത്ത് അലാറവും വെച്ച് കിടക്കുന്നേ? ഗംഗ ദേഷ്യത്തോടെ ചാടി എണീറ്റു. അപ്പോഴേക്കും കട്ടിലിന് താഴെ അഴിഞ്ഞു കിടന്ന മുണ്ടെടുത്ത് ചുറ്റിക്കൊണ്ട് രാഹുലും എഴുന്നേറ്റ് വരുന്നുണ്ട്. ഉറക്കം തൂങ്ങിയ കണ്ണുകളോടെ അവൻ ചുരുളെ സ്വിച്ച് ബോർഡിൽ തപ്പി ലൈറ്റിട്ടു. മുറിയാകെ പ്രകാശം നിറഞ്ഞു. രാഹുൽ അലാറം ഓഫ് ചെയ്തപ്പോൾ ഗംഗ അവനെ തുറച്ചു നോക്കി നിൽക്കുന്നത് കണ്ടു. എന്താടി? അവൻ ദേഷ്യത്തോടെ ചോദിച്ചു. നിങ്ങൾക്കിത് എങ്ങോട്ട് എഴുന്നള്ളാനാ ഈ വെളുപ്പാങ്കാലത്ത് അലാറം വെച്ചിരിക്കുന്നത്? അവളുടെ ചോദ്യത്തിന് മറുപടിയൊന്നും കൊടുക്കാതെ ഒരു തോർത്തുവെടുത്തവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അമ്പലത്തിലേക്കോ മറ്റോ പോകാനാവൂന്ന് ഗംഗ കരുതി. അവൾ ഒരു വശത്തേക്ക് ചെരിഞ്ഞു കിടന്ന് വീണ്ടും കണ്ണുകൾ അടച്ചു. രാഹുൽ കുളിച്ചു വരുന്നതും ഷർട്ടിടുന്നതുമൊക്കെ അവൾ അറിയുന്നുണ്ട്. എങ്കിലും കണ്ണ് തുറന്നു നോക്കാനോ അവനോടൊന്നും ചോദിക്കാനോ ഗംഗ മെനക്കെട്ടില്ല. ഗംഗേ, എടി ഗംഗേ! 2 പ്രാവശ്യം രാഹുൽ അവളുടെ ചുമലയിൽ തട്ടി വിളിച്ചു. അവൾ എഴുന്നേക്കുന്നില്ലെന്ന് കണ്ടതോടെ രാഹുൽ തന്റെ പേഴ്സും ബൈക്കിന്റെ താക്കോലും ഫോണും എല്ലാം എടുത്ത് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഇയാൾ എന്നോട് മിണ്ടുന്നത് പോലും എനിക്കിഷ്ടമില്ല. എവിടേക്കെങ്കിലും പോകട്ടെ. പിറുപിറുത്തുകൊണ്ട് ഗംഗ തലവഴി പുതപ്പ് മൂടി വീണ്ടും കിടന്നുറങ്ങി. ഈ സമയത്ത് രാഹുലാണെങ്കിൽ തന്റെ ആദ്യത്തെ ഓട്ടം പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. മുതലാളിയെ കണ്ട് സംസാരിച്ച ശേഷം പോകാമെന്ന് കരുതിയെങ്കിലും കോയമ്പത്തൂരിലേക്ക് ലോഡെടുക്കാൻ പോകേണ്ട ഡ്രൈവർ ഇന്ന് ലീവാണെന്ന് പറഞ്ഞതുകൊണ്ട് രാഹുലിനെ അയക്കാൻ മാർട്ടിൻ തീരുമാനിക്കുമായിരുന്നു. ഒരു ടോറസ് വണ്ടിയാണ് വെളിച്ചെണ്ണ ലോഡ് എടുക്കാൻ വേണ്ടി കോയമ്പത്തൂരിലേക്ക് പോകേണ്ടത്. രാഹുൽ ഐശ്വര്യമായി ക്ഷേത്രനടയിലെത്തി ഭണ്ഡാരത്തിൽ നേർച്ചയ്ക്കിട്ട് പ്രാർത്ഥിച്ചു. ശേഷം മാർട്ടിന്റെ അടുത്തേക്ക് പോയി. താക്കോൽ വാങ്ങിയ ശേഷം രാഹുൽ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. 30-35 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനാണ് മാർട്ടിൻ. അവനൊരു വെളിച്ചെണ്ണ മില്ലുണ്ട്. അവിടേക്കാണ് കോയമ്പത്തൂരിൽ നിന്നും ലോഡ് എടുക്കേണ്ടത്. രാവിലെ 6 മണിക്ക് തിരിച്ചാൽ 11 മണിയാകുമ്പോഴേക്കും കോയമ്പത്തൂരെത്തും. എന്നാൽ ലോഡ് കയറ്റാനാണ് താമസം നേരിടുക. ചിലപ്പോൾ വൈകുന്നേരം 5 മണി, 6 മണി അവിടെ കാത്തു കിടക്കേണ്ടി വരും. അങ്ങനെ വന്നാൽ എത്തുമ്പോൾ രാത്രി 12 മണിയാകും. അങ്ങനെ തന്റെ കന്നി ഓട്ടത്തിനായി രാഹുൽ വണ്ടിയെടുത്തിറങ്ങി. തുടരും. ഈ കഥയും ഒരു നല്ല കഥയല്ലേ? എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. കഥ വായിച്ചിട്ട് ഇഷ്ടമായെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. രാഹുലും എന്തേലും പണിക്ക് പോട്ടല്ലേ, അവനും ജീവിക്കണ്ടേ.